ആളുകൾ എന്നതാണ് കേന്ദ്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും ആധികാരികമായി സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആലോചിക്കാനും നിങ്ങൾ അവതരിപ്പിക്കാനും നിങ്ങളെക്കാൾ നന്നായി അത്ര പ്രശ്നമാക്കേണ്ടതില്ല. വളരെ ചെറിയ പിന്നെ ഒറ്റ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇവിടുന്നല്ല ഭക്ഷണം കഴിച്ചത് എങ്കിലും ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് സാമാന്യ സമൃദ്ധമായ നല്ല ഭക്ഷണമായിരുന്നു എന്നാണ്. പിന്നെ അന്തരീക്ഷം വളരെ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഒരു 5-6 ഫാമിലിയോ അധികം വർഷങ്ങളെടുത്താണ് നിലവിലുള്ളതിൽ ഫാമിലികൾ പൊട്ടിപ്പിടിക്കുന്നത്. ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല ഈ സമയം സത്യത്തിൽ വളരെ സ്വതന്ത്രമായി മാറ്റുകൊണ്ട് പാട്ട് കേട്ട് നടക്കുന്ന ഒരു സമയമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം അതുകൊണ്ട് വളരെ ഗൗരവമായ ആലോചനക്ക് സത്യത്തിൽ ഇപ്പോൾ നമ്മൾ പാകമല്ല, നിങ്ങളും ഞാനും പാകമല്ല. പക്ഷേ സംഘടനക്ക് അതിൻ്റെതായ എല്ലാ ക്രമീകരണങ്ങളും സമയപരിധിയോട് ചില നിർബന്ധങ്ങളും വന്നു വരുന്നത് കൊണ്ട് മാത്രം കുറച്ച് സമയം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വയം ആലോചിക്കേണ്ട ഒരു അവസരമായിട്ട് നമ്മൾ മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം ഞാൻ സംസാരിക്കുകയും നിങ്ങൾ വളരെ കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിപ്പെടുക എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ മുമ്പ് നടന്ന ക്ലാസിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ക്ലാസ്. ഈ ക്ലാസ്സുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പ്രത്യേകിച്ചും ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിദ്യാലയം എന്ന് പറയുമ്പോൾ വെറും വിദ്യാലയത്തിൽ നിന്ന് കുറെ കൂടി വിസ്തൃതമാണ് സത്യത്തിൽ ആധുനിക ക്യാമ്പസ് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ പഠനത്തെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യം, പഠനത്തെക്കുറിച്ച് നമുക്ക് എന്തും പറയാവുന്നുണ്ട്. പഠിക്കാൻ പ്രയാസമാണെങ്കിലും പഠനത്തെക്കുറിച്ച് എന്തും പറയാൻ എളുപ്പമാണ്. പഠിക്കുക എന്നുള്ളത് ചെറിയൊരു പ്രയാസമുണ്ട്. പക്ഷേ ആ പ്രയാസം നമുക്ക് നൽകുന്ന ഒരു ആഹ്ലാദം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് സാധാരണ ഒരു 11 മണിക്കോ 12 മണിക്കോ കിടന്നുറങ്ങുന്നതാണ്. ഇന്ന് ഞങ്ങൾ ഒരു 1 മണിക്ക് ശേഷം മാത്രമേ കിടക്കുന്നുള്ളൂ എന്ന് മലയാളത്തിലെ ഒരു മികച്ച കഥ അല്ലെങ്കിൽ ഇത്തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ഇന്ന് വായിച്ചു തീർക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഇന്നും നാളെയും മറ്റ് പഠനങ്ങൾ കഴിഞ്ഞ് 12 മണിക്ക് ശേഷമുള്ള 1 മണി 2 മണി സമയം വരെ ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ നടപ്പിലാക്കാൻ അത്ര പ്രയാസമില്ല. എനിക്ക് തോന്നുന്നു തീരുമാനിക്കപ്പെടാനാണ് പ്രയാസം. പക്ഷെ എങ്ങനെയെങ്കിലും തീരുമാനിച്ചാൽ പോരാ, ആരുടെയെങ്കിലും നിർബന്ധത്തിന് വിധേയമായി തീരുമാനിച്ചാൽ പോരാ, സ്വയംബോധത്തിന്റെ ആഴത്തിൽ നിന്നൊരു തീരുമാനം ഉണ്ടായിരിക്കണം. അങ്ങനെ തീർന്നാൽ പിന്നെ നടപ്പിലാക്കാൻ അത്ര പ്രയാസം ഉണ്ടാവില്ല. ഞാൻ ആവർത്തിക്കുന്നു, മറ്റാരെങ്കിലും അടിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമല്ല, സ്വയംബോധത്തിന്റെ ആഴത്തിൽ നിന്നൊരു തീരുമാനം. ഒരുപക്ഷെ മനുഷ്യബന്ധങ്ങളിലെല്ലാം അനിവാര്യമായിട്ടുള്ളത് അഗാധമായ സ്വയം സമർപ്പണമാണ്. പഠനത്തിലും അത് അനിവാര്യമാണ്. പഠനവും ആ അർത്ഥത്തിൽ തീവ്രമായൊരു പ്രണയമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പൂർണ്ണമായ സമർപ്പണം. ഒരു പേജാണ് വായിക്കുന്നതെങ്കിൽ ഒരു പേജ്, പക്ഷെ അത് ശരിക്കും പഠിക്കണം, സൂക്ഷ്മമായി പഠിക്കണം, വിമർശനാത്മകമായി പഠിക്കണം. അതിൻ്റെ വരികൾക്കിടയിലേക്ക് കടന്നു പോകണം. അതിലെ വൈരുദ്ധ്യങ്ങൾ, മൗനങ്ങൾ, വിടവുകൾ, സംഘർഷങ്ങൾ എല്ലാത്തിലൂടെയും കടന്നു പോകണം. ആ അർത്ഥത്തിൽ സമഗ്രവും സമ്പൂർണവുമായ ഒരു പഠനം സാധ്യമാക്കണം. അതിന് 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അത്ര മതി. ചില ആളുകൾക്ക് ഒരു തീരുമാനമുണ്ട്, ഞാൻ 1.5 മണിക്കൂർ, അങ്ങനെ വേണമെന്നില്ല, ആയാൽ നല്ലതാണ്. പക്ഷെ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അതിനോട് നീതി വേണം. ഈ പ്രപഞ്ചത്തിലെ, ഈ മനുഷ്യ സമൂഹത്തിലെ എല്ലാത്തിനോടും ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയ സമയമെങ്കിലും പൂർണ്ണമായി നീതി പുലർത്താൻ കഴിയുക എന്നത് പ്രധാനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പഠനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞിരുന്ന വിഷയം വായനയെ സംഭവിക്കുന്നതായിരുന്നു. പക്ഷേ ആ വിഷയം തന്നെ ഞാൻ മറന്നുപോയി. ഇവിടത്തെ ഇപ്പോൾ മനസ്സിലായത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇതൊക്കെ സാംസ്കാരികമായ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ നിലക്ക് ആദ്യം പഠനത്തെക്കുറിച്ച് പറയാം. പഠനത്തെക്കുറിച്ച് സാധാരണ ഏത് പഠന ക്ലാസ്സിലും പറയാവുന്ന ഏറ്റവും പ്രസക്തമായ അഭിപ്രായ പ്രകടനം നടത്തിയത് പുറത്തോട്ട് പുറത്തുന്ന ജർമ്മൻ കവിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഈ കവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കവിക്കൊരു പ്രാധാന്യമുണ്ട്.
ബർത്തോൾഡ് ക്ലോസ് കവി മാത്രമല്ല, നാടകകാരനാണ്, സൈദ്ധാന്തികനാണ്, പ്രക്ഷോഭകാരിയാണ്. അതിലൊക്കെ അപ്പുറം അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അതിനുമപ്പുറം മരണത്തിന് ശേഷവും അയാൾ ഫാസിസ്റ്റുകളെ പേടിപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റായി തുടരുകയാണ്. മരണത്തിന് ശേഷവും ഒരാൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന വിധം ഒരു മാരക സാന്നിധ്യമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. ഈ അടുത്ത കാലത്ത് ജർമ്മനിയിൽ നിന്ന് വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബർത്തോൾഡ് ക്ലോസിന്റെ ശവകുടീരത്തിൽ നവനാസ്തികൾ നശിച്ച ജൂതപ്പെട്ടി പുറത്തു പോകുന്നത് എഴുതി വെച്ചിരുന്നു. മരിച്ചു കഴിഞ്ഞ എത്രയോ കാലമായിട്ടും അയാളുടെ ശവകുടീരത്തിൽ ഇങ്ങനെ ഒരു വാക്ക് എഴുതി വെക്കുന്നത് അയാൾക്ക് ലഭിക്കുന്ന മരണാനന്തര ബഹുമതിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഴുതിയത് തന്നെയാണ് നശിച്ച ജൂതപ്പെട്ടിയാണ്. നമ്പർ 1 കൃതിയാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ പല കൃതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണ്. തീർച്ചയായും നിങ്ങൾക്ക് അതിൽ PhD ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുള്ള വേദിയല്ല ഇത്. ആയിരുന്നെങ്കിൽ 15 മിനിറ്റ് ആളുകൾ കൃതി പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. കൃതിക്കൊരു പ്രത്യേകത, കൃതി ശരിക്കുള്ള കൃതി നമ്മുടെ ഏറ്റവും ഉള്ളിൽ നിന്ന് വരുന്ന പൂർണ്ണ സത്യമായി. നമ്മൾ സാധാരണ പറയുന്ന പലതും നുണയായിരിക്കും. പക്ഷേ ഒരാളുകൾ ദേഷ്യപ്പിടിച്ച ആൾക്കാർ പറയുന്നൊരു വാദമുണ്ട്. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ പൂർത്തി വെച്ചതാണ്. പക്ഷെ അത് പുറത്തു വരിക, അതാണ് സത്യം. തെളിച്ചു വരിക, അബോധത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് അടക്കി വെക്കാനാവാത്തതുകൊണ്ട് തെളിച്ചു വരുന്നതാണ് തെളി. അതിൽ സത്യം അതിൻ്റെ മുനമ്പുകളിൽ മുട്ടി നോക്കിയാൽ ചോര പൊടി. അതുകൊണ്ട് നമ്മൾ പറയുന്ന ശരികളേക്കാൾ ഏറ്റവും കൂടിയ ശരിയാണ് നാം രോഷാകുലരാകുമ്പോൾ പറയുന്ന തെളി എന്ന് വിചാരിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ പാടില്ല. എന്നാൽ നമുക്ക് കൂടുതൽ സത്യസന്ധരാകാം എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് തെളി. അപ്പോൾ വീട്ടുകാരെ ബന്ധപ്പെട്ട് ഇതുവരെ ഇല്ലാത്തൊരു പതിവാണ് പെട്ടെന്ന് തന്നെ തുടങ്ങി. അതൊരു കക്ഷി എക്സസൈസ് ഇല്ലാത്തതാണ് ക്ലാസ് എടുക്കും പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അവർ എൻ്റെ അഡ്രസ് നോക്കിയിട്ട് തന്നെ അന്വേഷിച്ചു. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമുണ്ടാകണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് തെറി വലിയ കാര്യം തന്നെയാണ്. അപ്പം പുറത്ത് മരിച്ചിട്ടും അദ്ദേഹം തെളിയിക്കപ്പെടുന്നു എന്നത് അദ്ദേഹം ഏത് വിധത്തിലാണ് നിലനിൽക്കുന്ന ലോകത്തെ അസ്വസ്ഥപ്പെടുത്തിയത് എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. അതുകൊണ്ട് ഏത് കാലത്തെയും ജനാധിപത്യവാദികളുടെ ഉത്തരവാദിത്വം നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ആ സാമൂഹ്യ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നവരെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം സാധ്യമാണോ എന്ന അന്വേഷണത്തിലേക്ക് അവരെ പ്രചോദിപ്പിക്കുക. ഇതൊക്കെയാണ് പഠനത്തിൻ്റെയും പ്രാഥമിക ദൗത്യം. അതുകൊണ്ട് ഭക്തിന്റെ പ്രസിദ്ധമായ ഒരു പ്രയോഗം, ഭക്തിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ ഇങ്ങനെയാണ്: ജർമ്മനിയിൽ നാസികൾ എല്ലാ വിലപിടിച്ച വസ്തുക്കളും ചുറ്റുകരിക്കുകയാണ്. ലൈബ്രറി, മ്യൂസിയം, ഹെറിറ്റേജ് സെന്റർ എല്ലാം തകർക്കുകയാണ്. ക്ലാസിക്കൽ പുസ്തകങ്ങളെല്ലാം കത്തിക്കാൻ ഓരോ സ്ഥലത്തും തീക്കുണ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നിരോധിക്കപ്പെടേണ്ട പുസ്തകങ്ങളുടെ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പട്ടികയിൽപ്പെട്ട പുസ്തകങ്ങളെല്ലാം വണ്ടിക്ക് കൊണ്ടുവന്നിട്ട് ഇതിൽ തീയിട്ട് ചുടുക. ആ സമയത്ത് നാട് കടത്തപ്പെട്ട എഴുത്തുകാരൻ ഈ തീയിട്ട് ചുടാൻ പോകുന്ന നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളുടെ പട്ടിക നോക്കിയപ്പോൾ അതിൽ അയാളുടെ പുസ്തകത്തിന്റെ പേര് കണ്ടില്ല. അയാൾക്ക് സങ്കടമായി. അയാൾ ചോദിക്കുകയാണ്, എൻ്റെ പുസ്തകങ്ങൾ സത്യം പറഞ്ഞിരുന്നതല്ലോ, എന്നിട്ടും നിങ്ങൾ എന്താണ് ചുടാത്തത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ ചോദിച്ച കവിയുടെ പേരാണ് ബർത്തോൾഡ് ക്ലോസ്. നിങ്ങൾക്ക് പരിചയമുണ്ടാവും. കോളേജിൽ ചേർന്ന നാടകം പഠിക്കാനായിരുന്നു, ഇംഗ്ലീഷിൽ തീയറ്ററുടെ നാടകം പഠിക്കാനായിരുന്നു. മലയാളത്തിൽ കുറച്ചിൻ്റെ നാടകങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ തെരുവിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുറച്ചിൻ്റെ കവിതകൾ മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തകൾ നമ്മുടെ മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബർത്തോൾഡ് ക്ലോസ് മലയാളിക്ക് സുപരിചിതനാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ചോദ്യം ചോദിക്കേണ്ടി വരും, ഞങ്ങൾക്ക് എത്രത്തോളം സുപരിചിതനാണ്? അതാണ് ആത്മവിമർശനത്തിന്റെ നേരം. അതാരോട് പറയുന്നതല്ല. പിന്നെ സ്വയം ചോദിച്ചിട്ട് ഇനി ബർത്തോൾഡ് ക്ലോസിനെ എവിടെയെങ്കിലും കാണുമ്പോൾ ഒന്ന് എടുത്തു നോക്കിയാണ്. എന്നിട്ട് വായിച്ചൊരു താല്പര്യം തോന്നുകയാണെങ്കിൽ മാത്രം തുറന്ന് വായിക്കാൻ മതി. അങ്ങനെ വായിച്ചാൽ അത് നിങ്ങളെ അസ്വസ്ഥമാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അസ്വസ്ഥതയാണ് അന്വേഷണത്തിന്റെ ആരംഭം. ഒരാൾക്കൊരു അസ്വസ്ഥതയില്ലേ, അവരിൽ നിന്ന് കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാനില്ല. മോനെ അത് ഓർമ്മ ഒന്നുകൂടി ആവർത്തിക്കാം. ഇന്ന് പറയേണ്ടത് നാളേക്ക് മാറ്റിവെച്ചതുകൊണ്ട് ഇന്നും നാളെയും നാം നേരിട്ട് പറയാത്തതായി. അതുകൊണ്ട് കഴിയുന്നതും തത്സമയ സംപ്രേഷണത്തിൽ കൗതുകം കൊള്ളുന്നതിന് പകരം തത്സമയം പ്രതികരിക്കാൻ സന്നദ്ധരാവുക എന്നതാണ് പഠനത്തിന്റെ മറ്റൊരു ദൗത്യം. ഇവിടെ നമ്മൾ ഞാൻ ചോദിക്കേണ്ട എത്ര കുട്ടികളുണ്ട് എനിക്ക് തോന്നുന്നു